പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ നമ്മുടെ ശക്തമായ ശുശ്രൂഷയായിരുന്നു. അത് പ്രാർത്ഥനയ്ക്കൊക്കെ പ്രത്യേകം നന്ദി. പിന്നെ നോക്കി, ഇന്ന് നമ്മളുടെ അവസാനത്തെ ദിവസമാണ് വെള്ളിയാഴ്ച. ഏതിന്റെ? നമ്മുടെ വൈദികരുടെ ധ്യാനം എന്ന് പറഞ്ഞില്ലേ, തൃശ്ശൂർ അതിരൂപതയിലെ വൈദികരുടെ ആദ്യത്തെ ബാച്ച് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വെച്ചിട്ടായിരുന്നു. വളരെ നല്ല പട്ടണത്തിന്റെ നേതൃത്വത്തിൽ ഒരു ടീം, തൃശ്ശൂർ അതിരൂപതയിലെ ഒരു ഗ്രൂപ്പ് വൈദികർ, 100ഓളം വൈദികരെ ശുശ്രൂഷയിലെ ജെറുസലേമിലെ ധ്യാനം. ബാക്കി 2 ധ്യാനങ്ങൾ നമ്മുടെ മേരിമാത, മുളയത്തുള്ള മേരിമാത സെമിനാരിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ ധ്യാനമാണ്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. പക്ഷെ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, റോയ് പാലാട്ടി എന്ന് പറയുന്ന അച്ഛനാണ് ഞങ്ങൾക്ക് അവിടെ ധ്യാനിപ്പിച്ചത്. ഹല്ലേലൂയ. അതിൻ്റെ ഒരു തെളിച്ചമാണ് അച്ഛൻ്റെ മുഖത്തൊക്കെ കണ്ടോ. വ്യാഴാഴ്ചയിലെ കുമ്പസാരങ്ങൾ ഭയങ്കര അഭിഷേകമായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പൊ പ്രാർത്ഥന കേട്ടോ നിങ്ങൾ, ഇത് അച്ഛൻ്റെ കീഴ്പ്പള്ളിക്കര ഇടവകയുണ്ടല്ലോ. കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അമ്മച്ചിമാരുടെ നേതൃത്വത്തിൽ ജപമാല, ശക്തമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഇനി കുർബാനയ്ക്ക് മുമ്പുണ്ട് 5:30 ഇവരൊക്കെ വരും. ഈ സഹോദരിമാരെല്ലാവരും 5-6 പേരുണ്ട്. അവര് അന്തോണിച്ചേട്ടന്റെ നേതൃത്വത്തില്, പ്രേമച്ചേച്ചിയുടെ നേതൃത്വത്തിലൊക്കെ ഒരു 5-6 പേര് അവർ വന്ന് കുർബാനയ്ക്ക് മുമ്പ് 5:30 ഒരു ജപമാല, കുർബാനയ്ക്ക് ശേഷം ഒരു ജപമാല. പ്രിയ സഹോദരങ്ങൾ, അത് വലിയൊരു അഭിഷേകമാണ് കേട്ടോ നമ്മുടെ ജീവിതത്തില്. എനിക്ക് അങ്ങനെ പരിശുദ്ധാത്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യത്തോട് ഭയങ്കരമായ ഞങ്ങൾ വാർഷിക ധ്യാനത്തിലൊക്കെ ബഹുമാനപ്പെട്ട റോയ്ച്ചൻ പറഞ്ഞതാണ്, നമ്മളുടെ ദിവ്യകാരുണ്യം നമുക്കൊരു അനുഭവമാകുന്നില്ലെങ്കിൽ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ ജപമാല പ്രാർത്ഥന എങ്ങനെയാണ് എന്ന് ആത്മശോധന ചെയ്യണം. അത് യാന്ത്രികമായി പോയിട്ടുണ്ടെങ്കിൽ ബലിയർപ്പണവും നമുക്ക് യാന്ത്രികമായി പോയിട്ടുണ്ടാകും. ഇന്ന് നമ്മൾ കുർബാനയ്ക്ക് സമയം നോക്കി, ദൃശ്യോ കുർബാന തീരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അടിക്കുന്നുണ്ടെങ്കിലേ അതിന്റെ അർത്ഥം നമ്മുടെ കുടുംബ പ്രാർത്ഥന പോയി എന്ന് പറഞ്ഞാൽ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നില്ല എന്നല്ല അർത്ഥം. കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കുടുംബ പ്രാർത്ഥനയൊക്കെ നന്നായി ചെയ്യണം. പിന്നെ ഇന്ന് യേശു നമുക്ക് ഈ ലോകത്തിൽ ഒരു വലിയൊരു പ്രിൻസിപ്പിളാണ് നമുക്ക് സുവിശേഷം എന്ന് പറയുന്നത്. അത് മർക്കോസിന്റെ സുവിശേഷം 16:15. അവൻ അവരോട് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞില്ല, നമ്മളോടാണ്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ, പ്രസംഗിക്കുവിൻ. എന്താണ് പ്രിയ സഹോദരങ്ങൾ സുവിശേഷം എന്ന് പറയുന്നത്? നല്ല വാർത്ത. എന്താണ് നല്ല വാർത്ത? യേശു ക്രിസ്തു ദൈവമാണ്. യേശു ക്രിസ്തു നിന്നെ അന്ധകാരത്തിന്റെ പിടിയിൽ നിന്ന്, നിരാശയുടെ പിടിയിൽ നിന്ന്, പ്രതികൂലങ്ങളുടെ പിടിയിൽ നിന്ന് നിന്നെ വിടുവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവനാണ് യഥാർത്ഥ രക്ഷകൻ. ഇതാണ് പ്രിയ സഹോദരങ്ങളുടെ റിയൽ മെസ്സേജ്. സഹോദരങ്ങളെ, ഈ ഒരു സീസണിലൊക്കെ യേശു ക്രിസ്തു പല രക്ഷകരിൽ ഒരാള് ആണ് എന്ന് പറയുന്നത് കുഴപ്പമില്ല. യേശു ക്രിസ്തു ഏക രക്ഷകനാണെന്ന് പറയുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ അച്ഛൻ കണ്ടു, ധ്യാനഗുരുക്കന്മാരൊക്കെ പലരും ശരിക്ക് യേശു ക്രിസ്തുവിനെ ഏക രക്ഷകനായിട്ട് കണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഉറവിടം കിടക്കുന്നത് എവിടെയാണെന്ന് പറയുന്നത്. ഒന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ആധുനിക കാലത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം, ബെനഡിക്റ്റ് പാപ്പ 2000 ആണ്ടിൽ നമുക്കറിയാം, അന്ന് അദ്ദേഹം CDF ഡിക്കാസ്ട്രി ഫോർ ഫെയ്ത്ത് അതിന്റെ പ്രീഫെക്റ്റ് ആണ്. അദ്ദേഹം ഒരു അപ്പസ്തോലിക ഒരു പ്രബോധനം അദ്ദേഹം ഇറക്കിയായിരുന്നു. അതാണ് ഡോമിനൂസ് യേശുസ്. 2000 ആണ്ടിൽ പറഞ്ഞു യേശു ക്രിസ്തു ഏക രക്ഷകൻ. ഒരുപാട് വിമർശനങ്ങൾ അന്ന് മാർപ്പാപ്പയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്, സഭയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം പ്രിയ സഹോദരങ്ങളെ, ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് വൺ ഓഫ് ദ സേവിയേഴ്സ്, ഹി ഈസ് ദ സേവിയർ. ഇത് പ്രൊക്ലെയിം ചെയ്യുന്നതിലെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് വന്നിട്ടുള്ള വീഴ്ചയാണ് ഇന്ന് സഭാഗാത്രത്തിലെ ആഴമായ മുറിവിന്റെ കാരണം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് യേശു ഏക രക്ഷകനാണ്, മറ്റാരും രക്ഷയില്ല. അതായത് അതിന്റെ അർത്ഥം എല്ലാവരും വെറുക്കണമെന്നൊന്നുമില്ല. നിങ്ങളൊരു ചാരിറ്റി വേണമെന്ന് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ മറ്റുള്ള മതസ്ഥർക്ക് എല്ലാം കൊടുത്തു, ഒന്നും വേണ്ട. പക്ഷെ ഫെയ്ത്തിന്റെ കാര്യത്തില് നോ കോംപ്രമൈസ്. ഫെയ്ത്തിന്റെ കാര്യത്തിൽ പ്രിയ സഹോദരങ്ങളെ നോ കോംപ്രമൈസ് ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. യേശു ക്രിസ്തു ഏക രക്ഷകനാണെന്ന് ഹൃദയം കൊണ്ട് പ്രഖ്യാപിക്കാൻ വേണ്ട കൃപ ഞങ്ങളെല്ലാ വൈദികർക്ക്, സമർപ്പിതർക്ക്, ആത്മായർക്ക്, കാറ്റഗിസം ടീച്ചേഴ്സിന്, മാതാപിതാക്കൾക്ക്, കുഞ്ഞുങ്ങൾക്ക് സമൃദ്ധമായി നൽകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. എപ്പോഴും എന്നേക്കും. ആമേൻ.